إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أما بعد فإن أصدق الحديث كتاب الله وأحسن الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വയോടുകൂടിയുള്ള ജീവിതം കൊണ്ട് മാത്രമേ ഇഹലോകത്തും പരലോകത്തും വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വവും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അവിടുത്തെ സംസാരങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരാൾക്കും സംശയമില്ലാതെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അവിടുന്ന് ഒരാൾക്ക് തന്റെ പരലോക ജീവിതം ധന്യമാക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും കാരണങ്ങളും കൃത്യമായി കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാര്യങ്ങളും കാരണങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലേറെ അത്ഭുതം കൂറുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കുള്ള കാരണങ്ങളെയും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു വിഷയം ശ്രദ്ധിക്കാറില്ല. അവിടുന്ന് പറയുന്നതായി കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്ന മിനന്നാസി, തീർച്ചയായും ജനങ്ങളിലുണ്ട്, മഫാത്തിഹലിൽ ഖൈർ മഗാലിക ലിശ്ശർ. ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? മഫാത്തിഹലിൽ ഖൈർ, നന്മകളുടെ താക്കോലുകളായിരിക്കും. സുബ്ഹാനല്ലാഹ്, നന്മകളുടെ താക്കോലുകൾ. ആളുകൾ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് പരിചയമില്ലാത്ത മരിച്ചുപോയ സുന്നത്തുകൾ അവർ തുറന്നു കൊടുക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ മഗാലികുൽ ലിശ്ശർ, തിന്മകളുടെ പൂട്ടുകളായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകൾ, സുബ്ഹാനല്ലാഹ്, അവർ സമൂഹത്തിൽ നന്മകൾ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. അവർ സംസാരങ്ങളിൽ, ജീവിതത്തിൽ, ആളുകളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഇടപെട്ടുകൊണ്ട് ആളുകൾക്ക് നന്മ ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെയല്ല ചില ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, വഇന്ന മിനന്നാസി, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, നഊദു ബില്ലാഹ്, എന്താണ് അവരുടെ പ്രത്യേകത? മഫാത്തിഹലിശ്ശർ, തിന്മകളുടെ താക്കോലുകൾ. നഊദു ബില്ലാഹ്, തിന്മകളുടെ താക്കോലുകൾ. ആളുകൾക്ക് തിന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ശിർക്കിനും ബിദ്അത്തിനും ഖുറാഫാത്തിനും, വേണ്ട മഅസിയത്തിന്, ലഹരിക്ക്, അതുപോലെ ഏത് തിന്മകൾക്കാകട്ടെ അവൻ അതിന്റെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, ചെറിയ ദുനിയാവുള്ള ലാഭങ്ങൾക്ക് വേണ്ടി. മഗാലികുൽ ഖൈർ എന്ന് മാത്രല്ല, ഖൈറുകളെ തടയുന്നവർ, ഖൈറുകളെ തടയുക. എന്താണ് കാരണം? എന്തെങ്കിലും ചില സൗന്ദര്യ പിണക്കങ്ങൾ കാരണം വലിയ നന്മകൾക്ക് തടയിടുന്ന ആളുകൾ, തന്റെ ചെറിയ ലാഭത്തിന് വേണ്ടി നന്മകൾക്ക് തടയിടുന്ന ആളുകൾ. അങ്ങനെയുള്ള ചില ആളുകളും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പറയാണ്, ഫതൂബ ലിമൻ ജഅല അല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി. ഫതൂബ, മംഗളം. ഫതൂബ, മംഗളം. ആർക്കാണ് സഹോദരങ്ങളോട് മംഗളം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർക്കാണ് മംഗളം ലഭിക്കുന്നത്? സമാധാനപൂർണമായിട്ടുള്ള ജീവിതം. തൂബ എന്നുള്ള വാക്കിന് മുഫസ്സിരീങ്ങൾ രണ്ട് രൂപത്തിലെ വിശദീകരണങ്ങൾ നമുക്ക് നൽകിയതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ നേരിട്ടുള്ള അർത്ഥം മംഗളം എന്നാണെങ്കിലും ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അതെന്താണ്? സ്വർഗമാണ്. സ്വർഗത്തിന്റെ ഒരു പദവിയാണ് തൂബ.
മറ്റൊന്ന് സ്വർഗത്തിൽ വിശാലമായി തണൽ നൽകുന്ന ഒരു വൃക്ഷമാണ് തൂബ എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതാർക്കാൻ ലിമൻ ജഅലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ആക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ആക്കി മഫാത്തിഹൽ ഖൈരി അലാ യദൈ, ഖൈറിന്റെ താക്കോലുകൾ അദ്ദേഹത്തിന്റെ കയ്യിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകി ആളുകൾക്ക് നന്മ പഠിപ്പിക്കാൻ, തിന്മകളെ തൊട്ട് തടയാൻ, ആളുകളുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഇഖ്ലാസോടുകൂടി ചിലവഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ഒരു മനുഷ്യൻ, അല്ലാഹു തെരഞ്ഞെടുത്തൊരു മനുഷ്യൻ, അവൻക്കാകുന്നു തൂബ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നേരെ എതിരായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചും നേരെ എതിരായിട്ടുള്ള മനുഷ്യനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വവൈലുൻ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹശ്ശർരി അലാ യദൈഹി. വവൈലുൻ, നാശം, ഭാഷപരമായി കൊണ്ട് നാശം എന്നാണെങ്കിലും മുഫസ്സിരീങ്ങൾ രണ്ടർത്ഥം അതിന് നൽകിയതായി കാണാൻ സാധിക്കും. ഒന്ന് നരകം എന്നാണ് അർത്ഥം. നരകത്തിൽ ഒരു താഴ്വര, നഊദുബില്ല, നരകത്തിലൊരു താഴ്വര. ആർക്കാണ് അതുള്ളത്? അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ശിക്ഷ എന്നും അതിനർത്ഥം പറയാറുണ്ട്. ഇതാർക്കാണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്ന് പറഞ്ഞത് തിന്മകളുടെ താക്കോലുകൾ ആരുടെ കയ്യിലാക്കിയോ അവർ. സഹോദരങ്ങളെ, തിന്മകൾക്ക് ഒരിക്കലും ഒരു മുഅ്മിൻ കാരണമാകട്ടെ. ഒരു മുഅ്മിൻ കാരണം മറ്റൊരാൾ തിന്മയിലേക്ക് അടുക്കാൻ പാടില്ല, തോന്നലുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് വീടിനുള്ളിൽ, സ്വന്തം വീട്ടിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മക്കളുടെ മുന്നിൽ മാതാവും പിതാവും തിന്മകളിൽ മുഴുകുന്ന വീടുകളിൽ മക്കളും അതേ റൂട്ടിൽ തന്നെ പോകുള്ളൂ. വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മാതാപിതാക്കൾ വീട്ടിൽ നന്മകൾ നുകരുന്നവരായിരിക്കണം എന്നുള്ളതാ. നന്മ പഠിപ്പിക്കുന്നവർ, നന്മ ചെയ്യുന്നവർ. തന്റെ മക്കൾ തന്നിൽ നിന്നും ഖുർആൻ പാരായണം പഠിക്കണം. എന്റെ പിതാവ് ഒഴിവ് കിട്ടുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. തന്റെ പിതാവ് രാത്രിയിൽ ഉറങ്ങാതെ ഒരുപാട് സമയം നിസ്കരിക്കുന്നതായിട്ട് മക്കൾ കണ്ടിട്ടുണ്ട്. ഉപ്പാന്റെ അടുക്കന്ന് മക്കൾക്ക് മാതൃക ലഭിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. അങ്ങനെ നന്മകൾക്ക് പാത്രമാകണം, നന്മകൾ കാരണമാകണം ഒരു മുഅ്മിൻ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല സഹോദരങ്ങൾ, നമ്മൾ ഈ ഒരു ഹദീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. നമ്മളിവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സന്ദർഭം, റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സന്ദർഭം. ഈ സന്ദർഭത്തിൽ രണ്ട് കൂട്ടരുള്ളൂ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ അബ്ദുർ റസാഖ് അൽ ബദ്ർ ഹഫിളഹുല്ലാഹു തആല അദ്ദേഹം പറയാണ്, റബ്ബിന്റെ മുന്നിൽ രണ്ട് കൂട്ടരുകൾ. ഒന്നെന്താണ്? മഫാത്തിഹുൽ ഖൈർ, നന്മകൾക്ക് താക്കോലുകളായവർ. രണ്ടാമത്തേത് നഊദു ബില്ലാഹ്, തിന്മകൾക്ക് താക്കോലുകളായവർ. തിന്മകൾക്ക് കാരണം, നന്മകൾ കാരണം ഈ രണ്ട് കൂട്ടരുള്ളൂ. നന്മകൾക്ക് കാരണമായവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കും. തിന്മകൾക്ക് പാത്രമായവർ, തിന്മകൾക്ക് കാരണമായവർ, തിന്മകളിലേക്ക് ആളുകളെ ക്ഷണിച്ചവർ, തുച്ഛമായ ലാഭത്തിന് ദുനിയാവിലെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി തിന്മകളിലേക്ക് ആളുകളെ എത്തിച്ചവർ, അവരുടെ വാസസ്ഥലം എവിടെയാണ്? നരകമാണ്, വൈലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. എന്താണ് ആ വിഷയം? ഇതിൽ ഏത് കൂട്ടം ആളുകളിൽ നമ്മൾ ഉൾപ്പെടണമെന്ന് നമ്മൾ തീരുമാനിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. ഇപ്പോൾ താൻ എവിടെയാണ് ആദ്യം ചിന്തിക്കണം. മുഹാസബത്ത് നടത്തുക, വിചാരണ നടത്തുക, സ്വന്തം വിചാരണ നടത്തണം. തന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് നന്മ കാണിച്ചു കൊടുക്കുന്നവരാണോ, അതല്ല ജമാഅത്തിന് സമയമായപ്പോൾ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജമാഅത്തിന് പോകുമ്പോൾ അത് തടയുന്നവരാണോ നമ്മൾ എന്നുള്ളത് ചിന്തിക്കണം. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ നേടിക്കൊടുക്കണം, നന്മ കൽപ്പിക്കണം. തിന്മ വിരോധിക്കുന്നവരാണ് നമ്മൾ പരിശോധിക്കണം. മക്കളുടെ വിഷയത്തിലാകട്ടെ, അയൽവാസികളുടെ വിഷയത്തിലാകട്ടെ, ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിലാകട്ടെ ഒരു മുഅ്മിൻ ആദ്യം അത് പരിശോധിക്കണം എന്നുള്ളതാണ്. പിന്നീട് അതെങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ നമുക്ക് മഫാത്തിഹുൽ ഖൈറിന്റെ ആളുകളാകാം, നന്മയുടെ താക്കോലുകൾ ആളുകളാവാം എന്നുള്ള നമ്മൾ പഠിക്കണം. അതും പണ്ഡിതന്മാർ ഹഫിളഹുമുല്ലാഹ് റഹിമഹുമുല്ലാഹ് അത് വിശദീകരിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഏകദേശം ചില കാര്യങ്ങൾ എണ്ണി പറയാം. ഒന്നാമത്തെ കാരണം, നന്മയുടെ പാത്രങ്ങളാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അൽ ഇഖ്ലാസു ലില്ലാഹി ജല്ല വഅല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിഷ്കളങ്കമായി കൊണ്ട് ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ അർപ്പിക്കുക എന്നല്ല. കുറച്ചാകട്ടെ, നിർബന്ധമായത് എന്തായാലും ചെയ്യണം, സംശയമില്ല. ഈ നിർബന്ധമായത് അതിൽ അള്ളാഹുവിന് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക, ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം
അള്ളാഹുവിനോട് ചോദിക്കുക, കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുക. നിസ്കരിക്കുമ്പോൾ റബ്ബിന് വേണ്ടി എനിക്ക് ദുനിയാവിൽ അതിന് യാതൊരു ഉപകാരവും ജനങ്ങളിൽ നിന്ന് ലഭിക്കൂല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി റബ്ബിന് വേണ്ടി നിസ്കരിക്കണം. ജമാഅത്തിന് ബാങ്ക് കൊടുക്കുമ്പോൾ മസ്ജിദിലേക്ക് വരണം. ലക്ഷക്കണക്കിന് രൂപ ആ ഒരു സമയത്തെ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ നഷ്ടമായാലും ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ എന്ന് വിളിക്കുമ്പോ അവിടുന്ന് എണീറ്റ് കട അടച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വരാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. മസ്ജിദ് ജോലി സ്ഥലത്ത് ഒപ്പം ജോലി ചെയ്യുന്ന ആളോട് ഉപദേശിക്കണം, സഹോദര നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാണ്, അല്ല ജമാഅത്ത് നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാണെന്ന് ഉപദേശിക്കാൻ കഴിയണം സഹോദരങ്ങളെ. അതുപോലെ തന്നെ ആ ചെയ്യുന്നതിൽ ഇഖ്ലാസ് വേണം, നിഷ്കളങ്കമായി കൊണ്ട് ചെയ്യണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിൽ വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കും. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി ദീൻ മതം അള്ളാഹുവിന് പൂർണ്ണമായിട്ടും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ മറ്റൊന്നും അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റു നിർബന്ധ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. എന്ന് മാത്രമല്ല, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അതിനുള്ള അവസരം, തൗഫീഖ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വലിയ മഹത്തായിട്ടുള്ള തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സമയത്ത് ശ്രദ്ധേയമായിട്ടുള്ളൊരു വചനമുണ്ട്. ഇഖ്ലാസിന്റെ പ്രധാനപ്പെട്ട ഉപകാരമായിക്കൊണ്ട് പണ്ഡിതന്മാരെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ യജമാനന്റെ പത്നി വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കണം. അദ്ദേഹം യുവാവാണ്. ഈ ശഹവത്തുകളോടും തന്റെ ഇച്ഛകളോട് ആഗ്രഹം ഉണ്ടാകുന്ന സമയമാണ്. അദ്ദേഹം അതീവ സുന്ദരനായിരുന്നു, അതുപോലെ തന്നെ ആ സ്ത്രീയും സുന്ദരിയായിരുന്നു എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഖാല മഅാദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കാണ് എന്റെ ശരണം, അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങുന്നെന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിട്ടു നിൽക്കുക ചെയ്ത്. അതിനാരാണ് തൗഫീഖ് നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാണ് സഹോദരങ്ങൾ തൗഫീഖ് നൽകിയത്? റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കദാലിക ലിനസ്രിഫ അൻഹു സൂ, അപ്രകാരം അദ്ദേഹത്തിൽ നിന്ന് ആ മോശത്തെ ഞാൻ തെറ്റിച്ചു കളഞ്ഞു, അദ്ദേഹത്തിന് ആ തിന്മയിൽ പ്രവേശിക്കാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. വൽ ഫഹ്ശാ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകി. അള്ളാഹുവാണ് മാറ്റി നിർത്തിയത്. എന്താണ് കാരണം? ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, തീർച്ചയായിട്ടും അദ്ദേഹം ഇഖ്ലാസുള്ള തന്റെ അടിമകളിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ്. ഇഖ്ലാസ് ഉണ്ടായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തിയെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾക്ക് നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ? കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയങ്ങളിൽ ഇഖ്ലാസ് ഉണ്ട്. അവർക്ക് എന്താണ് തോന്നുക? പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്. ഒരു വീട്ടിലേക്ക് പോകാൻ, അതൊരു കല്യാണത്തിന് വിളിച്ചു, അവിടെ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനുള്ള ബാധ്യത എന്നുള്ളതിനപ്പുറത്ത് പോയിട്ടില്ലെങ്കിൽ അവൻക്ക് എന്ത് തോന്നും, ഈ ആളുകൾക്ക് എന്ത് തോന്നും എന്നുള്ള ചിന്തന വരാ. അവിടെ എന്തില്ല? അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധം പുലർത്തുന്നതിന് പറഞ്ഞ പ്രതിഫലങ്ങളൊന്നും കിട്ടൂല, ദുനിയാവിന്റെ എന്തെങ്കിലും ചില കാര്യങ്ങൾ കിട്ടുമെന്നല്ലാതെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ത് ചെറിയ പ്രവർത്തനങ്ങളാകട്ടെ, ഒരു സുബ്ഹാനല്ലാഹ് നാവ് കൊണ്ട് പറയുന്നതാകട്ടെ, അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നന്മകളുടെ മിഫ്താഹുകളാകാൻ കാരണമാകുന്ന, താക്കോലുകളാകാൻ കാരണമാകുന്നതാണ്. വീണ്ടും പറയുന്നതായി കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബേ എന്നെ നന്മയുടെ താക്കോലാക്കണം, നന്മകൾക്ക് അവസരം എന്നെ കൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ റബ്ബേ എനിക്ക് നന്മ കാണിച്ചു നൽകണം. നമ്മൾ ഒരിക്കലും ചെയ്തിട്ടുണ്ടോ സഹോദരങ്ങളെ? അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല വിഭാഗങ്ങൾ, പല സംഘടനകൾ, പല ടീമുകൾ, പല ആളുകൾ, പല കോലത്തിൽ. ഇതിലേതാണ് ഹക്കെന്ന് മനസ്സിലാകാൻ പലപ്പോഴും പല സാധാരണ ആളുകൾക്കും പ്രയാസമുള്ള കാര്യമാണ്, ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഈ പ്രയാസത്തിന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബെ യഥാർത്ഥ മാർഗത്തിൽ എന്നെ ആക്കണമെന്ന്, റബ്ബെ എനിക്ക് ഹിദായത്ത് നൽകണം. റബ്ബെ വർഷങ്ങളായി എന്റെ കൂടെ കൂടിയിട്ടുള്ള തിന്മ, കൗമാരപ്രായത്തിൽ ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ തുടങ്ങിയ പല ലഹരികളും പല വൃത്തികേടുകളും തന്റെ വാർദ്ധക്യ കാലഘട്ടത്തിലും തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് രക്ഷപ്പെടാൻ റബ്ബിനോട് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ. അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ആളുകൾക്കിടയിൽ നന്മ പുലർത്താൻ തൗഫീഖ് അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, അത് ചോദിക്കണം എന്നാണ്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചൊരു വചനം, ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 89-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, റബ്ബന, നമ്മുടെ റബ്ബേ, ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്, റബ്ബേ എനിക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിനുമിടയിൽ ഞങ്ങൾക്ക് സത്യം കൊണ്ട് തുറവി നൽകണമേ, ഫത്ഹ് നൽകണമേ. വഅൻത ഖൈറുൽ ഫാത്തിഹീൻ, ദീൻ അല്ലാഹുവേ നീ തുറക്കുന്നവരിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളവനാണ്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടാണ് അൽ ഫത്താഹ്, തുറന്നു നൽകുന്നവൻ, ഖൈറുകൾ തുറന്നു നൽകുന്നവൻ, എന്ത് പ്രയാസത്തെ നീക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരോടാ സഹോദരങ്ങൾ നമ്മൾ ചോദിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്താഹാണ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഫത്താഹ് എന്ന നാമം കൊണ്ട് അല്ലാഹുവിലേക്ക് തവസ്സുൽ ചെയ്യുക. റബ്ബേ യാ ഫത്താഹ്, യാ ഗഫൂർ, യാ ഫത്താഹ് എനിക്ക് ഇന്നത് നൽകണേ എന്ന് പറയണം. അങ്ങനെയാണ് അള്ളാഹുലേക്ക് യഥാർത്ഥ രൂപത്തിൽ സലഫുകൾ, സ്വഹാബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തവസ്സുൽ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് സഹോദരങ്ങളെ, മൂന്നാമത്തത്, നമ്മൾ നന്മകൾക്ക് പാത്രമാകാൻ കാരണമാകുന്ന മറ്റൊരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് മുന്നിടുക എന്നുള്ളത്. ഇബാദത്തുകൾ കൊണ്ട് മുന്നിടുക, ആദ്യമായി കൊണ്ട് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, നിർബന്ധമായിട്ടുള്ള നിസ്കാരങ്ങൾ, അതുപോലുള്ള പ്രവർത്തനങ്ങൾ. പിന്നീട് അതല്ലാത്ത പരമാവധി അവർക്ക് കഴിയുന്ന രൂപത്തിലുള്ള ഖുർആൻ പാരായണം, അസ്കാറുകൾ, മറ്റ് നിസ്കാരങ്ങൾ, സക്കാത്ത്, സ്വതക്ക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കൂ. പണ്ഡിതന്മാർ ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു മഹത്തായ വാക്ക് പറയുന്നത് എന്താണെന്നറിയോ? ആർക്കെങ്കിലും തന്റെ സമ്പത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അതിൽ വിശാലത തേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കട്ടെ എന്ന വാർത്ത. മസ്ജിദിന് വേണ്ടി, ദീനിന്റെ ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി. സഹോദരൻ, മസ്ജിദ് ഉണ്ടാക്കിയാൽ അവിടെ ലഭിക്കുന്ന പ്രതിഫലം സ്വർഗത്തിൽ വെച്ചൊരു വീടാണെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു വീട്, സ്വർഗത്തിലൊരു വീടാണ് പറഞ്ഞത്. അത്രയും വലിയ പ്രതിഫലം അതിന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ള ഇബാദത്തുകളിൽ മുന്നേറുക എന്നുള്ളതാണ്. ഇനി നാലാമത്തായിക്കൊണ്ട് മറ്റൊരു കാര്യം, സൽസ്വഭാവം നന്മകൾക്ക് കാരണമാകുന്ന ഒരു കാര്യം, നന്മകൾക്ക് താക്കോലാകാൻ കാരണമാകുന്ന ഒരു കാര്യം. സൽസ്വഭാവം ഉണ്ടായിരിക്കും, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത്. നല്ല രൂപത്തിൽ പെരുമാറുക, ആളുകളോട് എപ്പോഴും നന്മ കൽപ്പിക്കുക, തിന്മയെ തൊട്ട് വിരോധിക്കുക, നല്ല രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ്. നല്ല സ്വഭാവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമുക്കറിയാം. അവിടുത്തെ സ്വഭാവം കണ്ടിട്ട് അന്നത്തെ വലിയ കൊടിയ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിൽ പല ആളുകളും സ്വഭാവം നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മളിൽ നിന്ന് നമ്മുടെ സ്വഭാവം കണ്ടിട്ട് മുസ്ലിമീങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറുക, സംസാരിക്കുക, ആളുകളുടെ പ്രയാസങ്ങൾ ഇടപെട്ടുകൊണ്ട് തീർത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ മറ്റൊരു കാര്യമാണ് സഹോദരങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മയുടെ ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നല്ല കൂട്ടുകാരുടെ കൂടെ കൂടുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മുഅ്മിന് എല്ലാവരുടെ കൂടെ ഇരിക്കാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ്. കാണുന്ന ആളുകളുടെയും തിന്മകളിൽ മുഴുകുന്ന ആളുകളുടെ കൂടെ ഇരിക്കുക, എന്നിട്ട് അവന്റെ വിലപ്പെട്ട സമയം കാലക്കൈലകളിലും ഹറാമിലും ഗീബത്തിലും നമീമത്തിലും കളവിലും പരിഹാസത്തിലുമായിക്കൊണ്ട് തീർക്കുന്ന ഒരു അവസ്ഥ ഒരു മുഅ്മിന് ഉണ്ടാക്കാൻ പാടില്ല. അവർക്ക് നല്ല സഹോദരന്മാർ മസ്ജിദുകളിൽ ഉണ്ടായിരിക്കും. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ, തൗഹീദുള്ളവർ, ബിദ്അത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, നിസ്കരിക്കുന്ന സഹോദരന്മാരുണ്ടായിരിക്കും, അവരുടെ കൂടെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ തന്റെ ഉറ്റമിത്രത്തിന്റെ മതത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ആരെയാണ് അവൻ ഉറ്റമിത്രമാക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട വിഷയം. എത്ര ആളുകളാണ് സഹോദരങ്ങളെ, എത്ര ആളുകളാണ് മോശമായിട്ട് കൂട്ടുകെട്ടിൽ പെട്ടതിന്റെ പേരിൽ ദീനുൽ ഇസ്ലാമിന് പുറത്തു പോയിട്ടുള്ളത്. നഊദു ബില്ലാഹ്. മറ്റു ചില ആളുകൾ ലഹരികൾ തുടങ്ങി വൃത്തികേടുകൾ ആരംഭിച്ചു, ഹറാമുകളിൽ മുഴുകി. എന്താണ് കാരണം? അവന്റെ കൂട്ടുകെട്ട് മോശമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്ര ആളുകളാണ് മോശമായ ചില ആളുകൾ നല്ല കൂട്ടിൽകെട്ടിൽ വന്നപ്പോൾ അവിടെ മാറ്റണ്ടായി, ജീവിതത്തിൽ മാറ്റണ്ടായി. കാരണം അവൻ കാണുന്നത് നന്മയാണ്, സംസാരിക്കുന്ന നന്മയാണ്. അവന്റെ മനസ്സിനോട് അവൻ ചോദിക്കാണ്, ഇങ്ങനെയുള്ള ആളുകളെ പോലെ തനിക്കും ആകണ്ടേ എന്നുള്ളത്.
അങ്ങനെ എത്ര ആളുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കൂട്ടുകെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മുഅ്മിൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കൂട്ടുകെട്ട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്മകൾക്ക് കാരണമാകാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ്. ആറാമതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങളോട് നസീഹത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളോട് ഗുണകാംക്ഷ ഉണ്ടായിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, അദ്ദീനു നസീഹ, അദ്ദീനു നസീഹ, ദീനന്റെ ഗുണകാംക്ഷയാക്കുന്ന അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ 3 പ്രാവശ്യം പറഞ്ഞെന്നാ. ദീൻ എന്ന് പറഞ്ഞാൽ അത് ഗുണകാംക്ഷയാകുന്നു. ജനങ്ങളോട് ഗുണകാംക്ഷ ഉണ്ടാവുക, അവരിൽ കാണുന്ന തെറ്റുകൾ നല്ല രൂപത്തിൽ അത് തിരുത്തുക, നല്ല രൂപത്തിൽ സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ അവരിൽ ഇടപെട്ടുകൊണ്ട് തന്റെ ഉപദേശിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും അതുപോലുള്ള ആളുകളും ദാഇമാരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. താൻ പറയുന്ന കാര്യങ്ങൾ തന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അയാൾ താൻ ആരെയാണ് ഉപദേശിക്കുന്ന അവൻ ഹക്ക് സ്വീകരിക്കണമെന്നുള്ള ദൃഢമായിട്ടുള്ള ഇഖ്ലാസോടുകൂടി നസീഹത്തോടുകൂടി ഉപദേശിക്കണം എന്നുള്ളതാണ്. തെറ്റ് കണ്ടാണ് ഉപദേശിക്കണം. മക്കളാകട്ടെ, അതുപോലെ കുടുംബക്കാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, പ്രത്യേകിച്ച് വീടിനുള്ളിൽ തന്റെ ഭാര്യയായാലും സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. തന്റെ കൂട്ടുകാരി ഹിജാബ് ധരിക്കാത്തവളാണെങ്കിൽ അവളോട് ഉപദേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയതാണ് ഈ രൂപത്തിലുള്ള വസ്ത്രമെന്ന് അവരോട് പറയണം. അതുപോലെ തന്നെ പെൺമക്കളോട് ഉപദേശിക്കണം നസീഹത്തോടുകൂടി, മാന്യമായിക്കൊണ്ട്. ഇനി അതനുസരിച്ചിട്ടില്ലെങ്കിലോ അതിനനുസരിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ അവിടെ ഉപയോഗിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ മൊത്തമായിട്ടുള്ള കൽപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഏഴാമത്തെ കാര്യമാണ്, മറ്റൊരു കാര്യമാണ് പരലോകത്തെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. റബ്ബിന്റെ മുന്നിൽ താൻ നിൽക്കേണ്ടി വരും, റബ്ബിന്റെ മുന്നിൽ താൻ നിൽക്കേണ്ടി വരും, റബ്ബിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. എല്ലാ പ്രവർത്തനങ്ങൾക്കും റബ്ബിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ചിന്ത ഒരു മുന്നിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്മകൾക്ക് അവൻ പ്രയത്നിക്കും, അതിന്റെ ഖൈർ ലഭിക്കുമെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, പണ്ഡിതന്മാർ നന്മകളുടെ ദുനിയാവിൽ ലഭിക്കുന്ന ഒരു പ്രതിഫലമായി കൊണ്ട് ഉണർത്തിയതായി കാണാൻ സാധിക്കും. ഒരാൾ ഒരു നന്മ ചെയ്താൽ അടുത്ത നന്മക്കുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ഒരു നന്മ ചെയ്താൽ അടുത്ത നന്മക്കുള്ള അവസരം നമുക്കത് കാണാൻ സാധിക്കും. സമൂഹത്തിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരായിരിക്കും, അവർക്ക് അടുത്ത അവസരം റബ്ബുന്നിൽ കൊണ്ടുവരും. ആദ്യം നമ്മളൊന്ന് മുന്നിട്ടിറങ്ങണം എന്നുള്ളതുള്ളൂ. സഹോദരങ്ങൾ, നന്മയിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും.